ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആകാശ് മുദ്രാസ് ആൻഡ് മസ്തി. അപ്പം ഇന്ന് മെയ് 1 ആണ്, തൊഴിലാളികൾ ദിനം, അതായത് ലേബേഴ്സ് ഡേ. അപ്പം ഞാൻ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റ് 2-3 പേരെടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അവർക്ക് എന്താണ് ഈ ലേബേഴ്സ് ഡേനെ കുറിച്ച് പറയാനുള്ളതും. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലേബേഴ്സ് ഡേയിൽ ഒന്ന് നമുക്ക് പണി ചെയ്യണം, മറ്റ് കുറച്ച് ആൾക്കാർ പണി ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഓരോ ആൾക്കാർക്ക് ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ കോൺസെപ്റ്റുമാണ്. അപ്പം അത് എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കാം. ഓക്കെ, കം. എന്താണ് മിസ്റ്റർ ജയൻ? എന്താണ് വിശേഷം? നല്ല വിശേഷം. മെയ് 1 താങ്കൾ എന്താ? ഇന്ന് തൊഴിലാളി ദിനമാണെന്ന് അറിയാമോ താങ്കൾക്ക്? പിന്നെ എന്താണ് താങ്കൾ ഇന്ന് അഭിനയിക്കാൻ എന്തിനാണ് വന്നത്? തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊഴിലാളി ദിനത്തിൽ അഭിനയിക്കാൻ പാടില്ല. ഇന്ന് എല്ലാ തൊഴിലാളികൾക്ക് ലീവല്ലേ? അയ്യോ, അങ്ങനല്ല. മിസ്റ്റർ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നല്ല വിശേഷം. അങ്ങനെ പോകുന്നു. മെയ് ദിനത്തിൽ അഭിനയിക്കാൻ വന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മെയ് ദിനത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാളി ദിനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിനങ്ങളും നമ്മൾ ആചരിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ തൊഴിലാളി ദിനത്തിന് നമ്മൾ എന്തിനു തൊഴിൽ ചെയ്യണം? ഇന്ന് നമുക്ക് റെസ്റ്റ് എടുത്തൂടെ? അല്ല, നമ്മളിപ്പം ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് നമ്മൾ ഗാന്ധിജിയുടെ വൃത്തിയാക്കാനും ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ ദിനം നമ്മൾ ഭംഗിയായിട്ട് ആചരിക്കും. ഓക്കെ. തൊഴിലാളി ദിനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സമയം മാനസിക ഉല്ലാസം നൽകുന്ന തൊഴിലെടുക്കും. ശാരീരികമായിട്ട് കഠിനമായ അധ്വാനമുള്ളവർ ചെയ്യാൻ പറ്റും, വിശ്രമിക്കും. നമ്മളൊരു കലയും തൊഴിലും കൂടെ സമന്വയിച്ച് പോകുന്നത് തന്നെ ഇതൊരു തൊഴിലിൻ്റെ ഒരു കാഠിന്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായി? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. നമ്മൾ ഇതുപോലുള്ള തൊഴിൽ, കല എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തൊഴിലാളി ദിനം ഈ മെയ് 1 ആയിട്ട് ഇന്ന് നമ്മൾ ലേബേഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അന്ന് തൊഴിൽ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? തൊഴിൽ ചെയ്യാൻ മീൻസ് അന്ന് നമുക്ക് ലീവ് എടുത്തൂടെ? അന്ന് നമുക്ക് തൊഴിൽ ചെയ്യണം, കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഇത് ശരിക്കുമുള്ള സ്ട്രഗിൾ നടന്ന ആ സമയത്ത് ഷിക്കാഗോയിലാണ് ഈ സമരം നടന്നത്. 8 മണിക്കൂർ ജോലി ചെയ്യാൻ സമയം നിജപ്പെടുത്തണം എന്നാണ്. ഈ ദിവസം 8 മണിക്കൂർ 8 hours work, 8 hours rest. അല്ല, അങ്ങനെയല്ല. 8 മണിക്കൂർ വർക്കും ഈക്വൽ വേജസും റൈറ്റ് വേജസ് ഒക്കെയാണ് തൊഴിലാളികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമരം നടക്കുമ്പോൾ 8 മണിക്കൂർ ജോലിയൊന്നും എടുത്തിട്ടില്ല. നോ, ഭാരിച്ച ജോലികൾ ചെയ്യണ്ട. ഭാരിച്ച ജോലി ചെയ്യണം എന്നുള്ളത് ചെയ്യട്ടെ, തൊഴിലാളികളല്ലേ. ഡിപ്പെൻഡ്സ് ഓൺ വർക്ക്. തൊഴിൽ ചെയ്യുന്ന ആളാണ് തൊഴിലാളി. ജലുവിന് ഈ ലേബേഴ്സ് ഡേനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാ വർഷവും നമ്മൾ മെയ് 1 എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ചരിത്രം നോക്കിയാൽ 1886 ഹേമാർക്കറ്റ് ഇവൻറ്റിൽ വെച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചിക്കാഗോയിൽ കുറച്ച് ലേബേഴ്സ് അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വേതനം, അവരുടെ റൈറ്റ്സ് അങ്ങനത്തെ എല്ലാ കാര്യത്തിനും വേണ്ടി സമരം ചെയ്തു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലേബേഴ്സിൻ്റെ സേഫ്റ്റി, അവരുടെ വർക്കിംഗ് പ്ലേസിലുള്ള സേഫ്റ്റി, അവരുടെ വേതനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മെയ് 1 ലേബേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഇന്നത്തെ ദിവസം പണി എടുക്കണോ പണിയെടുക്കണ്ടേ? എൻ്റെ അഭിപ്രായത്തിൽ പണിയെടുക്കണമെന്നാണ്. ലേബേഴ്സ് ഡേയിൽ നമ്മളൊരു ഹോളിഡേ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ത്യയിൽ മെയ് 1 എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ്. ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ്, കാരണം എനിക്ക് വർക്കിനോടുള്ള ആത്മാർത്ഥത കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.